നമസ്കാരം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ GSTR1 അതായത് നമ്മൾ ഫയൽഡ് ചെയ്ത അതായത് നമ്മൾ GSTR1 ഫയൽ ചെയ്ത ഡാറ്റ നമുക്കത് എങ്ങനെ എക്സലിലേക്ക് നമുക്കത് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മൾ ഓൾറെഡി ഫയൽ ചെയ്ത ഡാറ്റ നമുക്ക് B2B ഇൻവോയ്സ് ഉണ്ടാവും, അതേപോലെ B2C ഇൻവോയ്സ് ഉണ്ടാവും. B2C ഇൻവോയ്സ് പിന്നെ കൺസോൾട്ടേറ്റ് ആയിട്ടും വാല്യൂ കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ നമ്മൾ B2B ഇൻവോയ്സ് ആകുമ്പോൾ നമുക്ക് ഓരോ പാർട്ടിയുടെ ബില്ല് വൈസ് ഡീറ്റെയിലും അതിൻ്റെ ടാക്സബിൾ വാല്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് എക്സലിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഓഡിറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപകാരമാവും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ അത് എക്സലിലേക്ക് മാറ്റാമെന്നുള്ള ഒരു ടൂളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ GSTയുടെ സൈറ്റിൽ വന്നിട്ട് ആദ്യം നമ്മളെ ലോഗിൻ ചെയ്യണം. അതായത് യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യണം. അതിനുശേഷം നമുക്കത് GSTയുടെ സൈറ്റിലേക്ക് വേണം. അപ്പോൾ ജസ്റ്റ് നമുക്കത് നമ്മളെ GST ഒന്ന് ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ GST ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ റിട്ടേൺ ഡാഷ്ബോർഡിൽ വന്നിട്ട് ഇവിടെ റിട്ടേൺ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ റിട്ടേൺ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ പീരീഡ് ചോദിക്കാം. അപ്പോൾ ഏത് പീരീഡത്തെ ഡാറ്റയാണ് നിങ്ങൾക്ക് അതായത് എക്സലായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പീരീഡ് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ജൂലൈ ആണ് പീരീഡ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജൂലൈ ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് സെർച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെർച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം ഇവിടെ നമുക്ക് ഫയൽഡ് എന്ന് കാണാം. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്ത് നോക്കാം, നമുക്ക് ഏതൊക്കെയാണ് ഡാറ്റയാണ്. അപ്പോൾ നമുക്കിത് ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് JSON ആക്കി ഡൗൺലോഡ് ചെയ്തിട്ടാണ് എക്സലാക്കി മാറ്റുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്കിത് വ്യൂ ചെയ്ത് നോക്കാം. അപ്പോൾ വ്യൂവിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വ്യൂവിൽ നമുക്കറിയാം B2B ഇൻവോയ്സ് നമുക്ക് ഏകദേശം നമുക്ക് ഒരു 84,360, അതേപോലെ B2C ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 24,50,000 സംതിങ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ഡാറ്റ മൊത്തം നമുക്ക് എക്സലിൽ കിട്ടണം. അപ്പോൾ B2B ഇൻവോയ്സിൻ്റെ സെപ്പറേറ്റ് ബില്ലുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ B2Bയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് 4, 5, 6, 7 ഇൻവോയ്സുകൾ മൊത്തം ഉണ്ട്. അതായത് ഇൻവോയ്സ് നമ്പർ നമുക്ക് 7 ഉണ്ട് മൊത്തം. ടോട്ടൽ ഇൻവോയ്സ് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു GST നമ്പറിൽ 3 ഇൻവോയ്സ് ഉണ്ട്. അതുപോലെ ബാക്കിയുള്ള എല്ലാത്തിലും ഓരോ ഇൻവോയ്സ് വെച്ചിട്ട് നമുക്ക് 7 ഇൻവോയ്സുകളുണ്ട്. ഇത് നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് വരണം. അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഡാറ്റയാണ് നമുക്ക് എക്സലിലാക്കി കിട്ടേണ്ടത്. അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സലായി കിട്ടേണ്ടത്. അപ്പം നമുക്കിത് ഒന്ന് ബാക്ക് അടിക്കാം. ആദ്യം ബാക്ക് അടിച്ചതിന് വീണ്ടും താഴെ വന്നിട്ട് നമ്മൾ ബാക്ക് ക്ലിക്ക് ചെയ്യുക. ബാക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും പീരീഡ് സെലക്ട് ചെയ്യുക, ജൂലൈ സെലക്ട് ചെയ്യുക, സെർച്ച് ക്ലിക്ക് ചെയ്യുക. സെർച്ചിന് ശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് താഴെ ഡൗൺലോഡ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ഡാറ്റ ഫോർ GSTR1. അപ്പോൾ നിങ്ങൾ ജനറേറ്റ് JSON ഫയൽ ടു ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു JSON ഫയലാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് എക്സലാക്കി മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ജനറേറ്റ് JSON ഫയൽ എന്നുള്ള ആ ഒരു ടാബിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഇവിടെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. യുവർ റിക്വസ്റ്റ് ഫോർ ജനറേഷൻ ഓഫ് JSON ഫയൽ ടു ഡൗൺലോഡ് ഈസ് അക്നോളജ്ഡ്. ദ പ്രോസസ് മേ ടേക്ക് അപ് ടു 20 minutes ടു കംപ്ലീറ്റ്. നമുക്കൊരു 20 മിനിറ്റിന് ശേഷമുള്ള നമുക്ക് ഈ JSON ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 20 മിനിറ്റിന് ശേഷം വന്നിട്ട് വീണ്ടും ഈ ഒരു ടാബിലേക്ക് വന്നിട്ട് നമുക്ക് ഡൗൺലോഡ് ഇവിടെ താഴെ നമുക്ക് ഇവിടെ ഡൗൺലോഡ് എന്നുള്ള കാണാം നമുക്ക്. അപ്പോൾ അവിടെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഡൗൺലോഡ് ആവും. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ജനറേറ്റ് JSON ഫയലിന് റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും റിട്ടേൺ ഡാഷ്ബോർഡിലേക്ക് വരിക. എന്നിട്ട് പീരീഡ് വീണ്ടും സെലക്ട് ചെയ്യുക. ജൂലൈ നമ്മൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് സെർച്ച് ക്ലിക്ക് ചെയ്യുക. സെർച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും ജനറേറ്റ് JSON ഫയൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജനറേറ്റ് ഫയൽ ക്ലിക്ക് ചെയ്ത് കാണാം നമുക്കിവിടെ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ്. കാരണം നമ്മളതിന് മുന്നേ റിക്വസ്റ്റ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഒരു ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 20 മിനിറ്റൊക്കെ നമുക്ക് പിടിക്കും. അതായത് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം 20 മിനിറ്റിന് ശേഷമാണ് നമ്മൾ പിന്നെ വീണ്ടും ചെക്ക് ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ആണെങ്കിൽ, അതായത് GSTR1 ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിൽ ചിലപ്പോൾ സൈറ്റ് എറർ ആയതുകൊണ്ട് ചിലപ്പോൾ അന്ന് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അതായത് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാതെ എവിടേക്കാണ് ഈ ഒരു സിപ്പ് ഫയൽ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെസ്ക്ടോപ്പിലേക്ക് തൽക്കാലം സേവ് ചെയ്യുക. ഡെസ്ക്ടോപ്പോ നിങ്ങൾക്ക് എവിടെയാണ് സൗകര്യച്ചാൽ അവിടെ സേവ് ചെയ്യുക. ഞാൻ അവിടെ ഡെസ്ക്ടോപ്പിലേക്കാണ് സേവ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു, സേവ് ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഗൂഗിൾ ക്രോമിലേക്ക് വരിക. നമ്മൾ ഗൂഗിൾ ക്രോമിൽ വന്നതിന് ശേഷം നമ്മൾ അതായത് JSON ടു എക്സൽ എന്ന് അടിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു ഇതിലേക്ക് വരും. JSON ടു എക്സൽ എന്ന് നമുക്ക് ഗൂഗിൾ ക്രോമിൽ അടിച്ചാൽ തന്നെ നമ്മൾ ആ ഒരു സൈറ്റിലേക്ക് വരും.
അപ്പോൾ അതിൽ താഴെ കാണാം GSTR2 JSON to Excel കൺവെർട്ടർ എന്ന് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ താഴെ കാണാം നമുക്ക് അപ്ലോഡ് GSTR2 റിട്ടേൺ JSON സിപ്പ് ഫയൽ എന്ന് കാണാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടാൽ അല്ലെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാണ്. നമ്മൾ ആ സിപ്പ് ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത സിപ്പ് ഫയൽ സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. നമ്മളിവിടെ കാണുന്ന കൺവേർട്ട് ടു എക്സൽ എന്നുള്ള ആ ടാബിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഏകദേശം 200 വരെ, അതായത് നമ്മളെ B2B ബില്ല് 200 വരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ഫ്രീ ആണ്. അതിനുശേഷം ഒരു 200 മേലൊക്കെ ഇൻവോയ്സ് ഉണ്ടെങ്കിൽ നമുക്കിത് അതായത് പെയ്ഡ് വേർഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതുവരെ നമുക്ക് 200, അതായത് 200 വരെ നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ നമുക്കിത് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് യുവർ എക്സൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടാബ് വേണം, അവിടെ ക്ലിക്ക് ചെയ്യാം. ഡെസ്ക് ടോപ്പിലേക്ക് സേവ് ചെയ്യാം ഈ എക്സൽ ഫയൽ. എന്നിട്ട് ആ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതായത് നമുക്ക് എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ് B2B അതേപോലെ ക്രെഡിറ്റ് നോട്ട് ഈ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്കതിൽ B2Bയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ B2B ഇൻവോയ്സ് ഏതൊക്കെയെന്ന് മനസ്സിലാവും. നമുക്ക് B2Bയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ B2Bയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മളെ GST നമ്പർ ഏതാണ്, ടാക്സ് പെയർ GST നമ്പർ ഏതാണ്, അതേപോലെ നമ്മളെ സപ്ലയർ GST നമ്പർ എന്താണ്, അതേപോലെ നമുക്ക് ആർക്കൊക്കെയാണ് സപ്ലൈ ചെയ്തത്, നമ്മളെ ഇൻവോയ്സ് നമ്പർ എത്രയാണ്, അതേപോലെ ഇൻവോയ്സ് ഡേറ്റ് ഏതാണ്, നമ്മൾ സപ്ലൈ ചെയ്ത ആർക്കാണ് അവരുടെ നമ്പർ, അതേപോലെ ഇൻവോയ്സ് നമ്പർ, അതേപോലെ ഇൻവോയ്സ് ഡേറ്റ്, അതേപോലെ നമ്മളെ ഏതാണ് പ്ലേസ് ഓഫ് സപ്ലൈൻ്റെ കോഡ്. ഇനി അടുത്ത നമുക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻവോയ്സ് നമ്പർ, അതേപോലെ ഇൻവോയ്സ് ഡേറ്റ്, അതേപോലെ നമ്മുടെ ടാക്സബിൾ എമൗണ്ട്, അതേപോലെ നമ്മുടെ CGST എമൗണ്ട് എത്ര, SGST എമൗണ്ട്, ഇതൊക്കെ നമ്മൾ GSTR1 അപ്ലോഡ് ചെയ്ത ഡാറ്റകളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, JSON ഫയൽ നമ്മൾ എക്സൽ ഫയലിലേക്ക് നമുക്ക് മാറ്റിയത്. നമ്മളെ GSTR1 ഡാറ്റയാണ്. അതായത് നമ്മൾ GSTR1 നമ്മൾ അപ്ലോഡ് ചെയ്ത JSON ഫയൽ നമ്മൾ അത് GSTയുടെ സൈറ്റിൽ നിന്ന് തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് JSON ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അത് നമ്മൾ എക്സലിലേക്ക് മാറ്റിയ ഒരു രീതിയാണ് നമ്മളിവിടെ പഠിപ്പിച്ചത്. നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് JSON ഫയൽ എക്സൽ ഫയലിലേക്ക് മാറ്റുക എന്നുള്ള കാര്യം മനസ്സിലായി വിചാരിക്കണം. എന്തായാലും വീഡിയോ കണ്ടതിൽ നന്ദി, നമസ്കാരം.